ഉമ്മമാരും സഹോദരങ്ങളും തയ്യാറാകാൻ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ ദാത്തിൽ മുഹമ്മദിയ്യത്തിൽ ലതീഫത്തിൽ ഹദിയ്യത്തി ശംസി സമാഇൽ അസ്റാരി വമളഹരിൽ അൻവാരി വമർകസി മദാരിൽ ജലാലി വഖുതുബി ഫലകിൽ ജമാലി. അല്ലാഹുമ്മ ബിസിദ്ദിഹി ലദൈക വബിസൈരിഹി ഇലൈക ആമിൻ ഖൗഫി വഅഖിൽ അസ്റതി വഅദ്ഹബ് ഹുസ്നി വഹിർസി വകുല്ലി വഖുദ്നി ഇലൈക മിന്നി വർസുഖ്നി الفناء عني ولا تجعلني مفتونا بنفسي محجوبا بحسي وكشف لي عن كل سر مكتوم يا حي يا قيوم. اللهم اوصل وبلغ مثل ثواب ما قرأناه وما صليناه. هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة منا إلى حضرة النبي سيدنا ومولانا محمد صلى الله عليه وسلم وإلى حضرة أرواح أصحابه وأزواجه الطاهرات أمهات المؤمنين وإلى حضرة أرواح أولياء الله تعالى كلهم أجمعين وإلى حضرة أرواح أهل الخير كلهم أجمعين. أرحم الراحمين يا الله കാരുണ്യവാനായ നാഥ, കരുണാവാരിധിയായ തമ്പുരാനെ, ഈ വെളുപ്പാങ്കാലത്തോടടുത്ത സമയത്ത് ഞങ്ങളുടെ പാപം കൊണ്ട് നിറഞ്ഞുപോയ കരങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു തമ്പുരാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ മാപ്പാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ഞങ്ങളെ ഇന്ന് ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും നിന്റെ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട്, നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് മാപ്പാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, പാപത്തിന്റെ കറുപ്പ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ മലീമസമാക്കല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം കറുത്ത പുള്ളികളായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവശേഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, അതെല്ലാം നീ മാറ്റി ഈമാന്റെ പ്രകാശം കൊണ്ട്, മാരിഫത്തിന്റെ നൂറ് കൊണ്ട്, ആത്മജ്ഞാനത്തിന്റെ അകക്കാമ്പ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധമാക്കണം തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ തെറ്റുകളും നീ മാപ്പാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, അടുത്ത നിമിഷം മുതൽ നിനക്ക് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നീ തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, ഉസ്താദുമാര്, ഭാര്യമാര്, സന്താനങ്ങള്, സഹോദരങ്ങള്, സഹായികള്, സഹപ്രവർത്തകര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടാരും സഹായിക്കാനില്ലാതെ ഖബറിന്റെ ഏകാന്തതയിൽ കഴിയുന്നവര്, എല്ലാവരുടെ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണം നാഥാ. റബ്ബേ, നാളെ ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങളുടെ ഖബറുകൾ വിശാലമാക്കി തരണം നാഥാ. ഞങ്ങളുടെ ഖബറുകൾ പ്രകാശത്തിന്റെ വീടാക്കണം നാഥാ. ഇരുട്ടളയാക്കല്ലേ റബ്ബേ, പരിഭ്രാന്തിയുടെ വീടാക്കല്ലേ റബ്ബേ, വേദനയുടെ വീടാക്കല്ലേ റബ്ബേ, ശിക്ഷയുടെ വീടാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകളെ നീ വെളിച്ചത്തിലാക്കണം, പ്രകാശത്തിലാക്കണം, സന്തോഷത്തിലാക്കണം, സമാധാനത്തിലാക്കണം, ശാന്തിയിലാക്കണം, അനുഗ്രഹത്തിലാക്കണം, വിശാലതയിലാക്കണം, നിർഭയത്വത്തിലാക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. തൊഴിലിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, വിദ്യാഭ്യാസത്തിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, ഉദ്യോഗത്തിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും വമ്പിച്ച കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ഭീകരത കാരണം നിന്റെ ഈ വിനീതനായ ദാസൻ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത കൊണ്ട് വീർപ്പുമുട്ടുന്ന പലരും ഈ സദസ്സിലുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, കടം കഠിനമായ വിപത്താണല്ലോ തമ്പുരാനെ. ഷഹീദായി മരിച്ചാൽ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഷഹീദായി മരിച്ചാലും കടം മാപ്പാക്കപ്പെടുകയില്ലെന്ന് നിന്റെ റസൂലുള്ള പറഞ്ഞില്ല റബ്ബേ. അല്ലാഹുവേ, കടക്കാരന്റെ മയ്യത്ത് നിന്റെ റസൂലുള്ള നിസ്കരിക്കാതെ മാറുന്നില്ല റബ്ബേ. അല്ലാഹുവേ, അത്ര കഠിനമായ കടം അവശേഷിക്കുന്ന നിലയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരു നയാ പൈസയുടെ കടം പോലും അവശേഷിപ്പിക്കുന്ന അവസ്ഥയിൽ മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ, കടത്തിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും നിഷിദ്ധമായ പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമായ തെറ്റായ പലിശയിൽ നിന്ന്
പൂർണ്ണമായി അകന്നു നിൽക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. റബ്ബേ പലിശയിൽ പെട്ടുപോയവരെ നീ മോചിപ്പിക്കണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു ഹലാലായ വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ പലിശയിൽ പെട്ട് കെട്ടിപ്പണഞ്ഞ അവസ്ഥയിൽ മരിപ്പിക്കല്ലേ അല്ലാ, പലിശക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ, പലിശ ബന്ധമുള്ള നിലയിൽ മരിപ്പിക്കല്ലേ അല്ലാ. പരിപൂർണമായും പലിശയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ പലരും കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ തലച്ചോറിന് പഴുപ്പ് ബാധിച്ച് ബുദ്ധിമുട്ടുന്നവര്, ബ്രെയിൻ ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ബ്ലഡ് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ഹാർട്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, കിഡ്നി ഫെയിലിയർ ആയ ലിവർ സിറോസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, നിരവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഈ സദസ്സിലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ രോഗങ്ങൾ നീ അറിഞ്ഞു വരുന്നതാണല്ലോ റബ്ബേ, രോഗം ശിഫയാക്കാനുള്ള കഴിവും നിനക്ക് മാത്രമാണല്ലോ റബ്ബേ. അല്ലാഹുവേ നീ പരിപൂർണമായും ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ ഈ സദസ്സിലും പുറത്തും അവരുടെ എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. റബ്ബേ ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കന്മാരെ, മക്കളെ എല്ലാവരെയും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാ, ബ്ലഡ് ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാ, ഹൃദ്രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ, കിഡ്നി ഫെയിലിയർ ആകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ, ലിവർ സിറോസിസിനെ തൊട്ട് കാക്കണേ അല്ലാ, തളർവാദത്തെ തൊട്ട് കാക്കണേ അല്ലാ, കോൺസ്റ്റിപ്പേഷനെ തൊട്ട് കാക്കണേ അല്ലാ, മൂത്രാശയരോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ കഠിനമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കാക്കണേ അല്ലാ, മാതാപിതാക്കളെ കാക്കണേ അല്ലാ. എല്ലാ അപകടങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ, ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെതിരെ നെയ്യപ്പെടുന്ന വലകൾ നീ തകർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുന്നവരെ നീ തടുക്കണേ അല്ലാ. അല്ലാഹുവേ നീണ്ട 10 വർഷക്കാലം ജയിലിൽ കിടന്നതിന്റെ വിനീതനായ ദാസനെ വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബേ നിന്റെ ഈ വിനീതദാസന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്കറിയാം റബ്ബേ നിരപരാധിയാണെന്ന്. അല്ലാഹുവേ 10 വർഷം വധുവെ പോലെ കഴിയേണ്ടി വന്ന് ഇപ്പൊ വീണ്ടും അല്ലാഹുവേ കാര്യക്കുള്ളിൽ വരെ പോകേണ്ടി വന്ന് ഇനിയും കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അല്ലാഹുവേ ഒരു സ്ത്രീയുടെ പരിമിതിക്കപ്പുറമുള്ള ബുദ്ധിമുട്ടുകൾ താങ്ങേണ്ടി വരാതെ നീ കാക്കണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അല്ലാഹുവേ, ഇറാഖിലെ പ്രിയപ്പെട്ട സഹോദരിമാര് അർദ്ധരാത്രികളിൽ കതകിന് മുട്ടി കതക് തുറക്കുമ്പോൾ അമേരിക്കൻ പട്ടാളക്കാര് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയാ റബ്ബേ. അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ അബൂഗരീബിലിട്ട് തല്ലിച്ചതച്ച് കൊന്നെടുക്കുകയാ റബ്ബേ. ഗോണ്ടനാമയിൽ പഠിച്ചവനെ ചെറുപ്പക്കാര് യുവാക്കന്മാര് കണ്ണുകെട്ടി കൈകാലുകൾ കൂട്ടിക്കെട്ടി ടോയ്ലറ്റിലേക്ക് കക്കൂസിലേക്ക് പോകുമ്പോൾ കണ്ണിന്റെ കെട്ടെടുത്തിട്ട് വിടുന്ന് അവര് കക്കൂസിൽ പോയി മലവിസർജനം ചെയ്തിട്ട് വൃത്തിയാക്കാൻ വെള്ളമില്ലാത്ത കക്കൂസിൽ ടിഷ്യൂ പേപ്പർ കരുതി വലിച്ചു കീറുമ്പോൾ മലം വൃത്തിയാക്കാൻ വെച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ പേപ്പറാണ്. അത് കണ്ട് താങ്ങാൻ കഴിയാതെ അലറി വിളിച്ച് നിലവിളിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കളെ അതിനകത്തിട്ട് തലയിൽ അടിച്ചും പോക്കിന്റെ പാത്തി കൊണ്ടടിച്ചും കുത്തിയും കൊന്നെടുക്കുകയാണ്. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തില്, അബൂഗരീബിലെ തടങ്കൽ പാളയത്തില്, ഗുജറാത്തിലെ സബർമതി ജയിലില്, രാജ്യത്തിന്റെ വിവിധ ഭാഗത്തെ ജയിലുകളില് അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിരപരാധികളെ നീ മോചിപ്പിക്കണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. അവർക്കെല്ലാം പുറത്തു വരാന്, കുടുംബജീവിതം നയിക്കാന്, എവിടൊക്കെ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം രക്ഷപ്പെടാന് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ, ദീൻ
ദീനിന്റെ ഇസ്സത്ത് വർദ്ധിച്ച് നിൽക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എന്റെ നീ പ്രിയപ്പെട്ട ഉമ്മമാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്, പെങ്ങന്മാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാട്ടിലെ യുവാക്കൾ ദീനിന്റെ ഇസ്സത്തുള്ള യുവാക്കളാക്കണേ അല്ലാഹ്. നമസ്കാരം നിലനിർത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ, അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ ആപത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. കൊടുന്നതിനെയുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. കഠിന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നേരം വെളുക്കാനെടുക്കുന്ന സമയത്ത് നിന്നോട് ഞങ്ങൾക്ക് ഏറ്റവും പരമപ്രധാനമായി ചോദിക്കാനുള്ളത്, റബ്ബേ, ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച്, ഈ ഒരു രാത്രി മൊത്തം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളും ഈ സമയം മൊത്തം ഇവിടെ ചെലവഴിച്ച് നാളെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടവരായ എല്ലാവരും, എന്നിട്ടും ഈ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ ഒരു തിരിയാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നിന്നോട് ഏറ്റവും പരമപ്രധാനമായി ചോദിക്കാനുള്ളത്, അതിനപ്പുറം ഞങ്ങൾക്കൊന്നും വേണ്ട റബ്ബേ, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല റബ്ബേ. അത്ര പരമപ്രധാനമായി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഓരോരുത്തരെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. പുഞ്ചിരിച്ചുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ അന്ത്യം മോശമാക്കല്ല റബ്ബേ, നരകാവകാശികളാക്കല്ല റബ്ബേ, അലറി വിളിച്ച് മരിക്കുന്നവരിൽ പെടുത്തല്ല റബ്ബേ, ജീവിതം വിഫലമാക്കല്ല റബ്ബേ, അധ്വാനം പാഴാക്കല്ല റബ്ബേ, പരിശ്രമം ഫലമില്ലാതാക്കല്ല റബ്ബേ. മുഅ്മിനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക